ഈ വേദിയിൽ അടുത്ത മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് ശ്രീ വിശാഖം തിരുനാൾ ഗുരുക്കളെ ക്ഷണിക്കുന്നു. യോഗേന ചിത്തസ്യ പദേന വാചാമലം ശരീരസ്യ ച വൈദ്യകേന യോപാകരുത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിതാനതോസ്മി. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പാരമ്പര്യ വൈദ്യന്മാർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. നമ്മളിപ്പോൾ ഇവിടെ ചൊല്ലിയ ശ്ലോകം യോഗേന ചിത്തസ്യ പദേന വാച മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിത നതോസ്മി എന്നാണ് പറഞ്ഞത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ ഒരു വന്ദന ശ്ലോകത്തിൻ്റെ പ്രത്യേകത എന്താണ്? പതഞ്ജലി എന്ന് പറയുന്ന ആ മുനിവര്യന് അത് എങ്ങനെയാണ് യോഗം കൊണ്ട് ചിത്തത്തെയും ചിത്തത്തിൻ്റെ അസുഖത്തെയും പദങ്ങൾ കൊണ്ട് നമ്മുടെ ഭാഷയുടെ അസുഖത്തെയും പിന്നെ വൈദ്യകർമ്മം കൊണ്ട് ശരീരത്തിൻ്റെ അസുഖത്തെയും മാറ്റിത്തരുന്ന ആ പതഞ്ജലി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പതഞ്ജലി എന്ന് പറയുന്നയാൾ ഈ 3 വിധത്തിലും ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട് കാണുന്നില്ല. പതഞ്ജലി. പിന്നെ നമുക്കുള്ളത് ചരകൻ, ആയുർവേദത്തിൻ്റെ ആചാര്യനായിട്ട് കണക്കാക്കുന്ന ചരകനെയാണ്. അപ്പോൾ ഇതെന്താണ്? ഈ 3 പേരെയും ഒന്നായിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ 3 മേഖലകളിലും ഉള്ള ആചാര്യന്മാരെ ഇവിടെ ഒന്നായിട്ട് പറഞ്ഞത്. അതെന്താണ്? പതഞ്ജലി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പതഞ്ജലിയും ചരകനും പാണിനിയും ഒന്നായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെട്ടത്. അതെന്താണ്? ഒന്നാണോ ഇല്ലയോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ചരകൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എന്താണ്. ഇവിടെ എല്ലാവരും സന്നിഹിതരായിട്ടുള്ളവരെല്ലാവരും വൈദ്യന്മാരായതുകൊണ്ട് തന്നെ ചരകനെ എല്ലാവർക്കും പരിചയമുണ്ട്. അപ്പോൾ ചരകനും പാണിനിയും പതഞ്ജലിയും ഒന്നാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പിന്നെ നിങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള ആചാര്യൻ എന്ന് പറഞ്ഞത് സുശ്രുതനാണ്. ആയുർവേദത്തിൻ്റെ ആചാര്യന്മാർ ഒന്ന് സുശ്രുതനും ഒന്ന് ചരകനുമാണ്. പക്ഷേ ഇവിടെ ആ സുശ്രുതനെ പറയാതെ നമ്മൾ പതഞ്ജലി, പാണിനി, ചരകൻ എന്നെടുക്കാൻ കാര്യം എന്താണ്? ഇത് 3 അവസ്ഥകളും സിംബോളിക്കാണ്. നമ്മുടെ എല്ലാം പൗരാണികമായിട്ടുള്ള ശാസ്ത്രങ്ങൾ മുഴുവൻ സിംബോളിക്കാണ്. അല്ലാണ്ട് നമ്മൾ ചരകൻ എന്നൊരു മുനി എഴുതിയതാണ് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ പുസ്തകത്തിൻ്റെ പേര് ചരകം എന്നാണ്. സുശ്രുതം, ചരകം. അപ്പോൾ ചരകം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റാണ്. അത് ചരകം എന്ന് പറയുന്നത് ചരക മഹർഷി എഴുതി എന്നങ്ങോട്ട് നമ്മൾ കണക്ക് കൂട്ടിയതാണ്. അങ്ങനെയല്ല. പാണിനി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പം നമുക്ക് പാണിയിൽ കൈക്കുമ്പിളിൽ നിപതിച്ച് കിട്ടിയത് എന്നാണ്. പാണിയിൽ നിപതിച്ചത് പാണിനി. ഇത് അല്പം ഗഹനമായിട്ടുള്ള സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം അത് ഈസി ആയിട്ട് മനസ്സിലാകും എന്നെനിക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല. പക്ഷേ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളുടെ ഈ പാരമ്പര്യ വൈദ്യന്മാർ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പാരമ്പര്യം എന്നുള്ളതിൻ്റെ പ്രത്യേകത? അതെന്തുകൊണ്ടാണ് ഈ
പറഞ്ഞ വിധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് വരുന്നത്, അതിന് എന്തൊക്കെയാണ് അതിൻ്റെ വശങ്ങൾ ചിന്തിക്കേണ്ടത് എന്നൊക്കെയാണ്. അപ്പോൾ സുശ്രുതവും ചരകവുമാണ് ആയുർവേദത്തിൻ്റെ പ്രധാന ഡിവിഷൻസ്. സുശ്രുതം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് കേട്ടത് എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തത് എന്നർത്ഥം വരും സുശ്രുതം. ചരകം എന്ന് പറഞ്ഞാലോ സഞ്ചാരത്തിൽ നിന്ന് നേടുന്നതാണ്, ചരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പണ്ട് എല്ലാവരും പല ദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആത്മീയ ഗുരുക്കന്മാരാണ് അത് വൈദ്യന്മാരായിട്ട് വർക്ക് ചെയ്തിരുന്നത്. എന്താണ് ആത്മീയ, അതിപ്പോൾ സ്വാമിജി ഇവിടെ പറയുകയും ചെയ്തു. ശ്രീനാരായണ ഗുരു ഒരു വലിയ മഹാവൈദ്യനായിരുന്നു എന്ന് ഇവിടെ സ്വാമിജി നമ്മളുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞില്ലേ. ശ്രീനാരായണ ഗുരു പറയുന്നതുമൊക്കെ വളരെ സിംബോളിക്കായിട്ടായിരുന്നു കാര്യങ്ങൾ. സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ മാത്രം കേട്ടാൽ നമുക്ക് പ്രയോജനമൊക്കെ ഉണ്ട്, പക്ഷേ പുരോഗമനം ഉണ്ടാവില്ല. ശ്രീനാരായണ ഗുരു വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കവിത, ഒരു ശ്ലോകം എന്താണ്, നമ്മളുടെ ഈ ശരീരത്തിൽ മലയതിലുണ്ട് മരുന്ന് 3 പാമ്പും പുലിയും അതിനിരുപാടുമുണ്ട് കാവൽ, പുലയനെടുത്തു ഭുജിച്ചു പാതി ഇന്നും വിലസതി നീയുമെടുത്തുകൊള്ളുക നെഞ്ചേ എന്ന് ഒരു ശ്ലോകമുണ്ട്. അതെന്താണ്, ഈ മല ഇതെല്ലാം സിംബോളിക്കാണെന്ന് പറഞ്ഞില്ലേ, ഗുരു എഴുതിയതാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആണെങ്കിലും ആ മല എന്ന് പറയുന്ന ശരീരത്തിൽ തന്നെ എന്താണ് ഉള്ളത്, മരുന്നെല്ലാം ശരീരത്തിലുണ്ട്. 3 പാമ്പും പുലിയുമാണ് ഇതിൻ്റെ ശത്രുക്കളായിട്ട് നിൽക്കുന്നത്. ഇത് നമുക്ക് രോഗമുണ്ടാകുന്നത് 3 പാമ്പും പുലിയുമാണ്. 3 പാമ്പ് വികാരങ്ങളുടെ സിമ്പലായിട്ടാണ് പാമ്പിനെ കണക്കാക്കുന്നത്. അവിടെ എന്താണ് വികാരം ഉണ്ടാക്കുന്നത്, പ്രവർത്തനം. 3 തരം പ്രവർത്തനമാണ്. എന്തൊക്കെയാണ്, വാതം, പിത്തം, കഫം എന്ന് നമുക്ക് അതിൻ്റെ ആ വാതം, പിത്തം, കഫം എന്നുള്ളത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള പ്രവർത്തനങ്ങളെല്ലാം ആവശ്യമുണ്ട്. ഇതിൻ്റെ സമഞ്ജസമായിട്ടുള്ള സമ്മേളനത്തിൽ കൂടിയാണ് ആരോഗ്യം നിലനിൽക്കുന്നത്. ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗമില്ലാത്ത അവസ്ഥ. എന്താണ് രോഗം എന്ന് ചോദിച്ചാലോ, നമ്മളുടെ ഏത് ഉദ്ദേശത്തിലാണോ ഒരു സൃഷ്ടി വരുന്നത്, ആ സൃഷ്ടിക്ക് ക്രിയാത്മകമായിട്ട് അതിന് ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അവസ്ഥയാണ് ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ ആരോഗ്യമുണ്ട്, മനസ്സിൻ്റെ ആരോഗ്യമുണ്ട്, ബുദ്ധിയുടെ ആരോഗ്യമുണ്ട്, അഹങ്കാരത്തിൻ്റെ ആരോഗ്യമുണ്ട്. ശരീരം എന്താ, നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ശരീരം ആരോഗ്യകരമായിട്ടിരിക്കുന്നു എന്ന് പറയും. എന്നാലോ മനസ്സിന് എന്തിച്ഛിച്ചാലും അത് ശരീരം അനുവദിച്ച് പ്രവർത്തിച്ചു കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട. എന്താ കാര്യം, ആരോഗ്യകരമായിട്ടുള്ള മനസ്സാഗ്രഹിക്കുന്നതാണ് ശരീരം ചെയ്യേണ്ടത്. എന്താണ് മനസ്സിൻ്റെ ആരോഗ്യം, നമുക്ക് കാലാനുസൃതമായിട്ടും പ്രാക്ടിക്കലായിട്ടും ആഗ്രഹിക്കാൻ എന്തൊക്കെ കഴിയുമോ അതേ ആഗ്രഹിക്കാവുള്ളൂ. അല്ലാതെ ഉള്ള ആഗ്രഹം വന്നാൽ മനസ്സിന് ആരോഗ്യം നഷ്ടപ്പെട്ടു, അത് ഭ്രമത്തിലേക്ക് പോയി എന്നർത്ഥം. ചന്ദ്രനെ പിടിക്കണമെന്ന് ആലോചിച്ച് ചാടിക്കൊണ്ടിരുന്നാൽ അത് മനസ്സാഗ്രഹിക്കുന്നതാണ്, ശരീരം അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എന്താണ്, കാലാനുസൃതവും വിവേകപൂർണവുമായിട്ടുള്ള ആഗ്രഹത്തെ ക്രമീകരിക്കുന്ന ഒരവസ്ഥ. ക്രമീകൃതമായിട്ടുള്ള ആഗ്രഹം എത്ര കണ്ട് നമുക്ക് സാധിക്കുന്നു, അപ്പോഴാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. മനസ്സ് എന്ന് പറയുന്നത് 2 വിധത്തിലാണ് മനസ്സിനെ. ഒന്ന് പൊതുവായിട്ട് മനസ്സെന്ന് പറയും, പിന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളെന്ന് തിരിച്ചും പറയും. അപ്പോൾ നമ്മൾ ഈ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഒരു മനസ്സാണ്, അതാണ് ഞാൻ എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ അറിയുമോ, നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്. അറിയുമെന്ന് പറയുന്നത് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ശരീരം കണ്ടിട്ട് ആ ഛായ കണ്ടിട്ടാണ് ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയുന്നത്. പക്ഷേ
ആ നമ്മൾ തിരിച്ചറിയുന്ന ശരീരം ആ വ്യക്തിയല്ല. ഇവിടെ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യം, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഒരവസ്ഥയാണ് അഹം, ഞാൻ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അതാണ് വ്യക്തി. ആ വ്യക്തിക്ക് പ്രവർത്തന നിരതമായിരിക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അപ്പോൾ എന്താണ് ശരീരവും ഈ വ്യക്തിയും? ശരീരം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പ്യൂട്ടർ, നമ്മളെല്ലാ പണിയും ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണിപ്പോൾ. ആ കമ്പ്യൂട്ടറിൻ്റെ ഭൗതികമായിട്ടുള്ള ആ അവസ്ഥ എന്ന് പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയും. എന്നാൽ ഈ ഹാർഡ്വെയർ എന്താണ്? ആ ഹാർഡ്വെയർ നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൗതികമായിട്ടുണ്ടാക്കി വച്ചിട്ടുള്ള ഒരു ശരീരം മാത്രമാണ്. അതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് പ്രവർത്തിക്കുള്ളൂ, അല്ലെങ്കിൽ അത് ജഡമാണ്. അതുപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു കമ്പ്യൂട്ടറാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് അതിന് ജീവൻ വയ്ക്കുന്നത്. എന്നാൽ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടി ചേർന്ന കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിന് ഒരു ഓപ്പറേറ്ററുടെ ആവശ്യം വേണം. അവിടെയാണ് ഈ അഹങ്കാരം എന്നുള്ള, അല്ലെങ്കിൽ ജീവാത്മാവ് എന്ന് പറയുന്ന വിധത്തിൽ പരമാത്മാവ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുമാതിരിയൊക്കെ ഏറ്റവും വളരെ സിമ്പിളായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, എങ്കിലും എത്ര കണ്ട് സിമ്പിളാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ എന്തിനാണ് ഇതൊക്കെ അറിഞ്ഞിട്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? നമ്മൾ മോഡേൺ ചികിത്സയും നമ്മളുടെ പാരമ്പര്യ ചികിത്സയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പാരമ്പര്യ ചികിത്സകരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയണം. എന്താണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയധികം പ്രസക്തി വരുന്നത് എന്നൊക്കെ നമ്മൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്തു വേണം? നമുക്കിതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ടായിരിക്കണം. എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായെന്നിരിക്കില്ല. പക്ഷേ മനസ്സിലാകുന്നവർ അവരുടെ സുഹൃത്തുക്കളായ അടുത്തവർക്ക് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ട് രണ്ടു കൂട്ടർക്കും മനസ്സിലാകും. എന്താണ്? തുല്യം ചൊല്ലിക്കൊടുക്കുന്ന ഇതൊരു ഗുരു, ജളനും പ്രാജ്ഞനും വിദ്യയെത്താനില്ലാതാക്കില്ലവനും ഗ്രഹണപടുതയെത്താൻ കൊടുക്കാറുമില്ല. തെല്ലും മൺകട്ട ബിംബത്തെ വിമലമണിക്കൊപ്പമായി ഉൾഗ്രഹിക്കുന്നില്ല. ഔവണ്ണം ഫലം കൊണ്ടവരിരുവരുമായി എത്രയും ഭേദമുണ്ടാം. ഒരു ഗുരു എല്ലാ ശിഷ്യന്മാർക്കും യാതൊരു ഭേദവും കൂടാതെ ഒരേപോലെയാണ് നമ്മൾ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ 100 ശിഷ്യന്മാരുണ്ടെങ്കിൽ 100 പേരും 100 വിധത്തിലാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഏറ്റവും അങ്ങേയറ്റവും ഇങ്ങേയറ്റവുമാകുന്നു. ഒരേ കാര്യം തന്നെയാണ്. തെല്ലും മൺകട്ട ബിംബത്തെ വിമലമണിക്കൊപ്പമായി ഉൾഗ്രഹിക്കുന്നില്ല. ഒരു സൂര്യപ്രകാശം മൺകട്ടയിൽ വീണാലും അത് കണ്ണാടിയിൽ വീണാലും എങ്ങനെയാണോ സൂര്യപ്രകാശം പ്രതിഫലിക്കുന്നതിൽ ഉള്ള വ്യത്യാസം ഉണ്ടാകുന്നത്, അതുപോലെ ഓരോരോ ശിഷ്യന്മാരും ഗുരു പ്രസരിപ്പിക്കുന്ന ആ ചൈതന്യത്തിൽ നിന്ന് സ്വീകരിക്കുന്നതും പ്രതിഫലിപ്പിക്കുന്നതും വളരെ 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 വ്യത്യസ്തങ്ങളായിരിക്കും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ ഏതാണ് ജഡം, ഏതാണ് ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവനെ നമുക്ക് ഇന്ദ്രിയഗോചരത്വം ഇല്ലാത്ത ഒന്നാണ്. നമുക്ക് ഇന്ദ്രിയഗോചരത്വം ഉള്ളതെല്ലാം ഭൗതികം എന്ന് പറയും. ഭൂതമാകുക എന്ന് പറഞ്ഞാൽ ഉണ്ടാകുക എന്നർത്ഥം. ഭൂതമായി എങ്ങനെയാണ് ഉണ്ടായത്? ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു എന്നർത്ഥമൊന്നുമില്ല, അതുണ്ട്. പക്ഷേ ഒരു കാണുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു കാഴ്ചക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അനുഭവിയെ സംബന്ധിച്ച് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ആ അനുഭവിയുടെ ഇന്ദ്രിയങ്ങളിലേക്ക് എത്തി എന്നർത്ഥം. നമുക്ക് ഇല്ല എന്നർത്ഥമില്ല. ഇന്ദ്രിയങ്ങളിൽ കൂടെ അകത്തേക്ക് കയറാൻ കഴിഞ്ഞു, അത് സ്വീകരിക്കാൻ കഴിഞ്ഞു, നമുക്കതിനെ അനലൈസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉണ്ടായി. ലൈറ്റ് ഉണ്ടായി, ശബ്ദം ഉണ്ടായി,
ഒരു സ്പർശം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി ഡിഫറൻസിൽ കേൾക്കുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയ്ക്കുള്ള വൈബ്രേഷൻസ് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. 7 നിറങ്ങൾ എന്ന് പറയുന്ന 7 വേവ്സ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ കയറാൻ കഴിയുന്ന എല്ലാത്തിനും പരിമിതികളുണ്ട്. ആ പരിമിതി അനുസരിച്ച് പരിമിതമായിട്ടുള്ള അറിവ് ശേഖരണത്തിലാണ് നമുക്ക് ഉണ്ടായി എന്നൊരു ബോധം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിൽ അതിന് ഒരു സ്ഥിര രൂപം വരും. അതിനെ നമ്മൾ എന്തു പറയും? ആ സ്ഥിരതയുടെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിട്ടാണ് ഭൗതികമെന്നും അഭൗതികമെന്നും ഒക്കെ തിരിച്ച് ശരീരത്തെ നമ്മൾ കാണുന്നത്. എപ്പോഴും അനുഭവത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ് യുധിഷ്ഠിരൻ എന്നുള്ള ഒരു സിമ്പല് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ യുധിഷ്ഠിരൻ, ഭീമൻ എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ സിംബോളിക്കാണ്. യുധി, നമ്മുടെ ഈ ജീവിത സമരത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത് യുധിഷ്ഠിരൻ. അതാണ് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞു വന്നത്. അത് ശരീരമാണ്. അതൊക്കെ വേറൊരു ക്ലാസ്സാണ്, ഇവിടെ പറയേണ്ടതല്ല. അപ്പോൾ അതുപോലെ ഈ ഘനീഭൂതമായിട്ടുള്ള ഈ അവസ്ഥ അത് ശരീരത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ ശരീരത്തിന് എങ്ങനെയാണ് പഞ്ചഭൂതങ്ങളിലേക്ക് വരുമ്പോൾ ഈ ദ്രവ്യത്തിന് തന്നെ നമ്മൾ ഖരം, ദ്രാവകം, വാതകം, ഊർജം, ആകാശം എന്ന് പറയുകയാണ്. ഈ ആകാശം എന്ന് പറഞ്ഞത് എന്താണ്? ഇന്ദ്രിയ ഗോചരത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. അതിനെയാണ് നമ്മൾ മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന് പറഞ്ഞത്. അപ്പോൾ 2 ഭാഗമാണ്. ഒന്ന്, ഈ ശരീരം എന്നുള്ളൊരു വെഹിക്കിൾ, ഒരു നമ്മളുടെ ഉപകരണം. രണ്ടാമത്, ഈ ഉപകരണത്തെ ഉപയോഗിക്കുന്ന ഒരു ചൈതന്യം. അപ്പം ഈ ചൈതന്യം ഏതാണ്? മനോബുദ്ധി അഹങ്കാര ചിത്തം എന്ന ഒരു സംഘാതത്തിൻ്റെ ആ അവസ്ഥയാണ് ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്ന ആ അവസ്ഥ. ഈ ജീവാത്മാവിന് നമ്മളുടെ ഇവിടെ അനുഭവങ്ങളുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനത്തിനും ഗ്രഹണത്തിനും നമ്മളുടെ പ്രവർത്തനത്തിനുമായിട്ട് ഇന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നുള്ള 2 വിഭാഗമായിട്ട് അങ്ങോട്ട് നമ്മൾ പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയാണ്. അതാണ് ഭൂതാവസ്ഥ. അതിനെ നമ്മൾ സ്ട്രക്ചറലായിട്ട് പഞ്ചഭൂതം, അത് ശരീരം. പിന്നെന്താണ്? ആത്മീയം എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്താണ്? ഇന്ദ്രിയ ഗോചരത്വത്തിന് അപ്പുറത്തുള്ളതാണ് ആത്മീയം. അത് മനോബുദ്ധി അഹങ്കാര ചിത്തം. അപ്പോൾ വാസ്തവത്തിൽ അനുഭവിക്കേണ്ട വ്യക്തി ഇന്ദ്രിയ ഗോചരത്വമുള്ള ആളല്ല. അത് മനോബുദ്ധി അഹങ്കാര ചിത്തത്തിൻ്റെ ഒരു സംഘാതമാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തിക്കേണ്ട ടൂളോ അല്ലെങ്കിൽ ഒരു വെഹിക്കിളോ അത് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ശരീരവുമാണ്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. എങ്ങനെയാണ് അത് തമ്മിലുള്ള ബന്ധം എന്താണ്? എനിക്ക് കുറച്ച് പാല് കിട്ടിയാൽ കൊള്ളാം കുടിക്കാൻ എന്ന് പറഞ്ഞാൽ ഉടനെ സംഘാടകർ എനിക്കൊരു ഗ്ലാസ് പാൽ, അല്ലെങ്കിൽ വെള്ളമായിക്കോട്ടെ, വെള്ളം കൊണ്ടു, ഇവിടെ പാല് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കുഴപ്പമാകും. വെള്ളം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കൊണ്ടുവരുമ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം. അപ്പം ഞാൻ പറയും, ഞാൻ ഗ്ലാസ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് വെള്ളമല്ലേ വേണ്ടത്. അപ്പോൾ ഗ്ലാസ്സിലല്ലാതെ വെള്ളം കൊണ്ടുവരാൻ പറ്റുകയില്ല. ഞാൻ വെള്ളമാണ് ചോദിച്ചത്, പിന്നെ എന്തിനാണ് ഗ്ലാസ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ഇല്ലാതെ അല്ലെങ്കിൽ വേറെ ഒരു കണ്ടെയ്നർ ഇല്ലാതെ ഈ ദ്രാവകത്തിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കാണ് എല്ലാം വേണ്ടത്. പക്ഷേ എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേറെ എന്താണ്, ഒരു രൂപത്തിൽ വന്നാൽ മാത്രമേ, ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകാര്യമാകുള്ളൂ. അതിന് ചലിക്കണമെങ്കിലും വേണം, എന്തു വേണം, ഒരു ജഡം ആയിട്ടുള്ള അവസ്ഥ വേണം. ഗ്ലാസ് അല്ലെങ്കിൽ വേറെ കണ്ടെയ്നർ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് വസിക്കാനുള്ള ഒരു കണ്ടെയ്നർ മാത്രമാണ് എന്ത്, ഈ ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരം ഒരു കണ്ടെയ്നർ. പക്ഷേ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാലും തെറ്റും. പക്ഷേ ഈ ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾ അതിൻ്റെ ഒരു ജീവനാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ എന്താണ്, കണ്ടെയ്നറിൽ ജലമിരിക്കുമ്പോൾ ഈ ഗ്ലാസിൻ്റെ പുറത്തേക്ക് ജലം പോകുന്നില്ല. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ഈ ശരിയായിട്ടുള്ള ഈ സൂക്ഷ്മാവസ്ഥയിലുള്ള ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നത് ഈ ശരീരമാകുന്ന കണ്ടെയ്നറിൻ്റെ അകത്തല്ല ഇരിക്കുന്നത്. അതാണ് പ്രശ്നം.
ഗ്ലാസ്സിനകത്ത് വെള്ളമുള്ളതുപോലെ അല്ല നമ്മളുടെ ശരീരത്തിൽ ഈ ആത്മാവ് എന്ന് പറയുന്ന സൂക്ഷ്മാവസ്ഥ ഇരിക്കുന്നത്. പിന്നെ എവിടെയാണ്? ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. നമ്മളൊരു ഒരു സ്റ്റാൻഡിൽ ആ ഹാങ്ങർ തൂക്കിക്കൊണ്ട് ആ ഹാങ്ങറിൽ എന്താണ് നമ്മളുടെ ഡ്രസ്സുകൾ തൂക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു എല്ലാത്തിനെയും സ്വീകരിക്കാനും സമഞ്ജസമായിട്ട് ക്രമീകരിക്കാനും ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്മൾ തൂക്കുന്നതെല്ലാം പുറത്താണ്. പക്ഷേ ഈ സ്റ്റാൻഡ് ഇല്ലാണ്ട് പറ്റുകയില്ല. അങ്ങനെ നമുക്ക് എല്ലാ പ്രവർത്തികൾക്കും അതെങ്ങനെയാണ്? ഗ്രഹണത്തിനായിക്കോട്ടെ പ്രസരണത്തിനായിക്കോട്ടെ എല്ലാ വിധത്തിലുള്ള സ്വീകരണത്തിനും പ്രസരിപ്പിക്കാനും വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലെ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ പോലെ ഇതെല്ലാം ആവശ്യമായിട്ട് വരും. ഏത്? ഈ പഞ്ചഭൂതങ്ങൾ ഖരമായിട്ടുള്ള അവസ്ഥയിൽ മാത്രം മതിയോ? പറ്റുകയില്ല. അതുകൊണ്ടാണ് അതിന് പല പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായതുകൊണ്ടാണ് ഖരദ്രാവക വാതക ഊർജങ്ങളുടെ മിശ്രണമായിട്ട് അപ്പോൾ ഒരു ഫ്ലെക്സിബിളായിട്ടുള്ളൊരു ബോഡി കിട്ടി. അത് അതിനേക്കാൾ വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വ്യക്തിത്വവും കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലാസ്സിനകത്ത് നമ്മൾ ആസിഡാണ് ഒഴിച്ചു വയ്ക്കണമെങ്കിലോ ഈ ഗ്ലാസ് ദ്രവിച്ചു പോകും. അലക്സാണ്ടർ സാർ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അനുഭവ കഥകളും വളരെ സരസമായിട്ടുള്ള രീതിയിലുള്ള ആ വിശദീകരണങ്ങളും സ്വന്തം അനുഭവങ്ങളുമൊക്കെ പറയുമ്പോൾ അത് കേൾക്കാനാണ് നിങ്ങൾക്ക് കൂടുതൽ ജിജ്ഞാസ എന്നെനിക്കറിയാം. ഞാൻ കുറച്ചുകൂടി ഫിലോസോഫിക്കലായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണെന്നും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് അതിലേക്ക് പോയത്. ഞാൻ കഴിയാവുന്ന സ്പീഡിൽ ഇത് നിർത്തിക്കോളാം. സാറിനാണ് സമയം കൊടുക്കേണ്ടത്. എന്തായാലും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, എനർജി എന്നുള്ള ഭൗതിക അവസ്ഥയുടെ ഒരു കൂട്ടായ്മയും പിന്നെ അതിനകത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മനോബുദ്ധി അഹങ്കാര ചിത്തം എന്നുള്ള ഒരു കൂട്ടായ്മയും. ഇത് ഒന്ന് വ്യക്തിയും ഒന്ന് വ്യക്തിയുടെ വെഹിക്കിൾ അല്ലെങ്കിൽ ടൂൾ അല്ലെങ്കിൽ കണ്ടെയ്നർ എന്നൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം അതനുസരിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ നമ്മൾ ഈ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കാറിനകത്ത് നമ്മൾ കയറിപ്പോകും, നമ്മൾ ഇറങ്ങും, സ്കൂട്ടറിൽ പോകും, അതിൽ നിന്നിറങ്ങും, ഏത് വഴിക്കൊക്കെയാണ് പോകേണ്ടത്, സൈക്കിളിൽ പോകും, അതിൽ നിന്നിറങ്ങും. പക്ഷേ ഇതൊക്കെ ഞാൻ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ ശരീരത്തിൻ്റെ കാര്യത്തിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ യാത്ര ചെയ്യുന്ന എനിക്ക് അതിൽ നിന്ന് ഇറങ്ങാൻ യാതൊരു സ്വാതന്ത്ര്യവും നിലവിലുള്ളതായിട്ട് അറിയുന്നില്ല. ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് അത് ഈ സമയത്ത് അറിയുന്നില്ല എന്ന് മാത്രം. എന്താ കാര്യം? ഈ ശരീരം ഈ ജന്മത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മം അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത ജന്മത്തിൽ ഞാൻ മരിക്കുകയൊന്നുമല്ല, ഞാൻ ഉണർന്നപ്പോഴാണ് ഞാൻ വേറൊരു ശരീരം. ഉദാഹരണം, അത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ 60 വയസ്സുള്ള അല്ലെങ്കിൽ 70 വയസ്സുള്ള ഒരാൾ കിടന്നുറങ്ങുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നു. സ്കൂളിൽ പോകുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. അപ്പോൾ എത്രയുണ്ട്? 10 വയസ്സുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകുന്ന വഴിക്ക് രാത്രി കിടന്നുറങ്ങുന്ന ആൾ എന്താണ് ചെയ്യുന്നത്? വഴി കാണുന്നുണ്ട്, റോഡ് കാണുന്നുണ്ട്, വണ്ടി കാണുന്നുണ്ട്, എല്ലാം കണ്ടുകൊണ്ട് സൂര്യൻ ഉദിച്ചു നിൽപ്പുണ്ട്. രാത്രിയാണ്, സ്വപ്നം കാണുകയാണ്. 10 വയസ്സുള്ള. അപ്പോൾ ഒരു പട്ടി കടിക്കാൻ വന്നു. ഇദ്ദേഹം ചാടിക്കയറി മരത്തേ കയറി കമ്പടിഞ്ഞ് താഴെ വീണു. അപ്പോൾ കൈ മുറിഞ്ഞു, വേദന എടുത്തു. അപ്പോൾ ഈ പട്ടി ചാടി മേളിലേക്ക് വീഴുകയാണ്. ഉടനെ വലിയ അൾസേഷനായിരുന്നു. പയ്യൻ 10 വയസ്സേ ഉള്ളൂ. എന്തു പറ്റും? അങ്ങേരപ്പം മരിക്കണം ആ കൊച്ചു പയ്യൻ. പക്ഷേ മരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ 60 വയസ്സുകാരൻ പെട്ടെന്ന് ചാടി ഉണരും. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന യഥാർത്ഥ ലോകം എന്ന് പറഞ്ഞ് അനുഭവിച്ചു കൊണ്ടിരുന്നത് സ്വപ്നം എന്നുള്ള അവസ്ഥയിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ടാണ് അതുവരെ എന്തായിരുന്നു? അതുവരെ അത് നമ്മളുടെ ജീവിതമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു, പരമാർത്ഥമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് വേറൊരാൾ ഉറങ്ങിക്കിടക്കുന്ന ആൾ ഉണർന്നപ്പോൾ ഇയാളുടെ സ്വപ്നമായിട്ട് മാറി. പക്ഷേ അപ്പോൾ എന്തു പറ്റി? അവിടെ ഇയാൾ എന്തായിട്ട് മാറി? അയാൾ അനുഭവിയായി. അനുഭവിക്കുന്ന എല്ലാവരും എന്താണ്? ശരിയായിട്ടുള്ള അനുഭവം അവരുടെ യഥാർത്ഥ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാലും
അത് വേറെ ഒരാളുടെ സ്വപ്നത്തിൽ മാത്രമുള്ള ഇല്ലാത്ത ആളിന് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യം. ഉള്ള ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. അത് ഉള്ള ആൾ ഉറക്കമായിരിക്കും. അതുകൊണ്ടാണ് അനന്തശയനം എന്നുള്ള സങ്കല്പം വന്നിരിക്കുന്നത്. എപ്പോഴും ശയനം അനന്തമായിരിക്കും എന്ന് പറഞ്ഞാൽ സ്വപ്നം, ഒരു സ്വപ്നത്തിൽ നിന്ന് മറ്റു സ്വപ്നത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ അനന്തശയനായിട്ട് നടക്കുന്ന ഈ അവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അങ്ങനെ ഈ സ്വപ്നം കാണുന്ന ആളും സ്വപ്നത്തിലുള്ള വ്യക്തിയും തമ്മിലുള്ള ആ ബന്ധം പോലെയാണ് ഈ രണ്ട് ഞാനെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ശരീരമായിട്ടിരിക്കുന്നതും ഈ ശരിയായിട്ടുള്ള വ്യക്തിത്വമായിട്ട്. അപ്പോൾ ഇവിടെ രണ്ടിലും ചികിത്സ നടത്തണം. അതിനാണ് ഒന്ന് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക്, മറ്റേ സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലത്തിലേക്ക്. അപ്പോൾ സൂക്ഷ്മം എങ്ങനെയാണ്? നമുക്ക് വേദത്തിൽ നിന്നും ആചാര്യ പരമ്പരകളിൽ നിന്നും അറിഞ്ഞതേ സൂക്ഷ്മത്തിലേ ബാധിക്കുകയുള്ളൂ. എന്നാൽ മറ്റതോ ഭൗതികമായിട്ടുള്ള എങ്ങനെയുള്ളതാണ്? ആ ശരീരം സോളിഡ് ലിക്വിഡ് ഗ്യാസ് അത് റിസർച്ച് ചെയ്തുണ്ടാക്കണതാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ യുക്തിഭദ്രമായിട്ടുള്ള പഠനത്തിൽ മാത്രം ഓപ്പറേഷനൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ പിന്നീടുള്ള വരാൻ പോകുന്ന റിസൾട്ടിനെ പോകാതെ അങ്ങനെയുള്ള യുക്തിമാർഗം വേണം. അവിടെ അബദ്ധമായിട്ട് വെറുതെ വിശ്വാസം കൊണ്ട് നടക്കുകയില്ല. ചന്ദ്രനിൽ പോകണമെങ്കിൽ ആരെങ്കിലും പോയിട്ട് വന്നിട്ട് വഴി പറഞ്ഞിട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ അത് സയൻറ്റിഫിക് എന്ന് വെച്ചാൽ സയൻറ്റിഫിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് യുക്തിപരമായിട്ടുള്ള അനാലിസിസാണ്. അത് ഒരു വശം. അതാണ് സുശ്രുതം എന്ന് പറഞ്ഞത്. അത് അക്കാഡമിക്കായിട്ടുള്ള പഠനമാണ് സുശ്രുതം. അപ്പോഴാണ് ഡിഗ്രിയൊക്കെ കിട്ടുന്നത്. പക്ഷേ ചരകം എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് വരുന്നതും വേദസംബന്ധിയായിട്ടുള്ള അറിവുകളും ഒക്കെ ചേർന്നിട്ട് അനുഭവ സമ്പത്തായിട്ട് വന്ന് ഇതെല്ലാം നമ്മുടെ തലയിൽ ഓർമ്മ വച്ചിട്ട് ഇതിൻ്റെ നമ്മൾ അതിനകത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആറ്റങ്ങൾ എങ്ങനെ പോയി, അതിൻ്റെ ആറ്റത്തിനകത്ത് സബാറ്റോമിക് പാർട്ടിക്കിൾ എങ്ങനെ വർക്ക് ചെയ്തു, ഇതൊന്നും നോക്കിയിട്ടല്ല. എങ്ങനെയാണ് വ്യക്തിക്ക് സമാധാനം ഉണ്ടാകാൻ ആചാര്യന്മാർ എന്താണ് പറഞ്ഞിട്ടുണ്ട്, പൂർവ്വസൂരികളായിട്ടുള്ള ആചാര്യന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു, അതോ നമ്മളുടെ മനന നിധിത്യാസങ്ങളിലൂടെ എങ്ങനെ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു, ഇതിനെയൊക്കെ ഭക്തിപൂർവ്വം സ്വീകരിച്ചിട്ട് ഭക്തി ഇല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല. അതുകൊണ്ടാണ് നമ്മളുടെ പാരമ്പര്യ വൈദ്യന്മാർക്ക് ആവശ്യമായിട്ടുള്ളത് ഭക്തിയാണ്. എന്നാൽ അക്കാഡമിക്കായിട്ടുള്ള റിസർച്ച് നടത്തി കണ്ടുപിടിക്കേണ്ടവർക്ക് എന്താണ് ആവശ്യം? അവർക്ക് യുക്തിയാണ് ആവശ്യം. അപ്പം നമ്മൾ ഭക്തിക്ക് വളരെയധികം പ്രാധാന്യം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ വിചാരിക്കും അയ്യോ ഭയങ്കര ഭക്തി, ദൈവഭക്തി, ഗുരുഭക്തി, മാതൃഭക്തി എന്നൊക്കെ പറഞ്ഞു. ഭക്തി എന്ന് പറഞ്ഞാൽ അതിന് ഒരു കാര്യമുണ്ട്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ഒരു തൊഴുത് പിടിച്ചോണ്ട് എനിക്കത് വേണേ ഇത് വേണമെന്ന് പ്രാർത്ഥിക്കണമെന്നൊന്നും ഭക്തിയില്ല. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസാധിഷ്ഠിതമായിട്ട് മാതൃഭക്തി, ഗുരുഭക്തി, ദൈവഭക്തി എന്ന് 3 ഭക്തികളുണ്ട്. ഈ മാതൃഭക്തി എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്. അമ്മ പറയുന്നു ഇതാണ് നിൻ്റെ അച്ഛൻ കേട്ടോ മോനേന്ന് പറയും. അപ്പം മോൻ നോക്കിയിട്ട് പറഞ്ഞത് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് നമുക്കൊരു DNA ടെസ്റ്റ് നടത്തിയാൽ എങ്ങനെയാണ് എന്നൊന്നും പറയാറില്ല. അത് അമ്മയോടുള്ള വിശ്വാസം. എന്താണ്? അത് വൈകാരികമാണ്, വിശ്വാസം. അതിനകത്ത് യുക്തിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതെൻ്റെ ഭാഷ, മാതൃഭാഷ, നമ്മളെ പെറ്റ അമ്മ, പോറ്റമ്മ, മാതൃഭാഷ, നമ്മളുടെ ജനനി ജന്മഭൂമിഷ്ഠ എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യം, ഇങ്ങനെ അതെല്ലാം ഭക്തി വൈകാരികമായിട്ടുള്ള അതിനെ അത് അച്ഛൻ പുരുഷനും സ്ത്രീയും ഇത് വിചാരിച്ചിട്ടില്ല. മാതൃ എന്ന് പറഞ്ഞത് അത് വൈകാരികത്തിൻ്റെ സിമ്പലാണ്. മാതൃ എന്ന് പറഞ്ഞാൽ മാതൃഭാഷ, മാതൃഭൂമി എന്നൊക്കെ പറയുന്നത് പോലെ അത് വൈകാരികമാണ്. പിന്നെ ഗുരുഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ശരിയായിട്ടുള്ള യുക്തിബോധം ഉണ്ടാക്കിത്തരണമാണ് ഗുരു. അകങ്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. പുറം കണ്ണ് തുറക്കുന്നതാരാണ്? പുലർവേളയിൽ അംശുമാൻ. അകങ്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറഞ്ഞു. അതുപോലെ നമ്മളുടെ ഈ യുക്തിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ വിദ്യാഭ്യാസം. അത് ഗുരു. അത് ഗുരുഭക്തി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിലെ കൊണ്ട് ചേർക്കും, നമ്മൾ ഗുരുവിൻ്റെ അടുക്കെ കൊണ്ട് ചേർക്കും. ഇത് നമ്മൾ സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് നോക്കി നിന്നാൽ ആ ഭാഗം കിഴക്ക്, നമ്മളുടെ വലതുഭാഗം തെക്ക്, ഇടതുഭാഗം വടക്ക്, പുറക് പടിഞ്ഞാറ് എന്ന് പഠിപ്പിക്കുക. അപ്പോൾ ഈ ശിഷ്യൻ ചോദിക്കും, ആശാനെ
ഈ പ്രപഞ്ചത്തിൽ കടുകുമണിയുടെ പോലും വിലയില്ലാത്ത ഈ സൂര്യനെ നോക്കിയിട്ടാണോ പ്രപഞ്ചത്തിൻ്റെ തെക്കും വടക്കുമൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറ്റും? അപ്പം ഗുരു പറയും, എടാ ശരിയാ മോനെ, നീ പറയണതാണ് ശരി. അതുകൊണ്ട് അപ്പം ഞാൻ കേമനായി. അതുകൊണ്ട് തെക്ക് വടക്ക് കിഴക്ക് നമ്മളുടെ ഇത് തെറ്റാണ്. അത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ അത് നമ്മൾ ആരോപിക്കണമാണ്. പക്ഷേ ആ തെറ്റിനെ ശരി എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഉറപ്പിച്ചില്ലെങ്കിൽ എന്തു പറ്റും? നമ്മളുടെ വീട്ടിൽ നിന്ന് നടന്ന് പുറത്തേക്ക് പോയിട്ടൊരു വളവൊക്കെ തിരിഞ്ഞ് വീട് കാണാൻ പാടില്ലാത്ത ദൂരത്തിൽ എത്തുമ്പോഴത്തേക്കും എന്തു പറ്റും? നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്ത പോകും. എന്നുവെച്ചാൽ ഈ തെക്കൂടെ കുറച്ചിട്ടില്ല, നമ്മൾ കറങ്ങിക്കറങ്ങി അങ്ങ് പോകും. അതാണ് ഗുരുഭക്തി. ഇനി ഒരെണ്ണം ലാസ്റ്റ് കൂടി പറയാം, ദൈവഭക്തി. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മയുടെ മൂർത്തിമദ്ഭാവമാണ്. ആ ദൈവം എന്ന് പറഞ്ഞാൽ നന്മ, നമ്മുടെ നന്മയല്ല, പാകിസ്ഥാൻ്റെ നന്മ, ഒരു 100 കൊല്ലം മുമ്പുള്ള നന്മയല്ല ഇപ്പോഴത്തെ. അപ്പം വ്യക്തിഗതമാണ് നന്മ എന്ന് പറയുന്നത്. കാലദേശ വൈയക്തികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നന്മ. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും നന്മ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കോംപ്രമൈസിലൂടെ ഒരു സമൂഹത്തിൻ്റെ നന്മയായിട്ടെടുത്തു. അപ്പോൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് നമ്മൾ അംഗീകാരം കൊടുക്കണം. അതിനെയാണ് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ ബീയിങ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഈ 3 വിധത്തിലുള്ള ഭക്തി വരണം. ഇതിനകത്ത് ഭക്തി നല്ലോണം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ഓർമ്മശക്തി വളരെ അങ്ങ് കൂടും. യുക്തിയാണെങ്കിലോ നമ്മുടെ ഉള്ളിൽ തർക്കങ്ങൾ നടക്കും. അത് ശരിയായിട്ടുള്ള സയൻറ്റിഫിക്കായിട്ടുള്ള പഠനത്തിന് കൊള്ളാം, പക്ഷേ എല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ട് സാംസ്കാരികമായിട്ടും നമ്മളുടെ പ്രാക്ടിക്കലായിട്ടും വരുന്ന കാര്യങ്ങളെ നമുക്ക് ഭക്തി കൊണ്ട് മാത്രമേ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ ചികിത്സാ രീതികളും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള ഒരവസരത്തിൽ ഈ പാരമ്പര്യ വൈദ്യന്മാർക്ക് ഓർമ്മശക്തി വളരെയധികം കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ കൂടുതൽ ഭക്തിയുള്ളവരായിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തി. സാറിനെ ഇവിടെ കൂടുതൽ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ദിവസം ബാക്കി പറയാം. ഞാൻ കുറച്ച് പറയാമെന്നൊക്കെ വിചാരിച്ച സാറ് കയറി ഇത്ര കറക്റ്റായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിൻ്റെ സമയത്തെ ഞാൻ ഒട്ടും അപഹരിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ.